മരിച്ചവർ വീണ്ടും കാണുമോ? കണ്ടുമുട്ടും പ്രിയപ്പെട്ടവരെ, ഇതേ രൂപത്തിൽ കണ്ടുമുട്ടും. എല്ലാ മനുഷ്യരും ലോകാവസാന ദിവസം ഇതേപോലെ കല്ലറകളെ വിട്ട് ദഹിപ്പിച്ച ചാരത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മുടെ എല്ലാ രഹസ്യങ്ങളെയും പാപങ്ങളെയും വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഒരു രഹസ്യവും മറവായിട്ടിരിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും രഹസ്യമാണ്. നമ്മുടെ മനസാക്ഷിയിൽ അടക്കം ചെയ്തിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ആരും അറിയത്തില്ലെന്നാണ് വിചാരം. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ മരിക്കുകയും മരിച്ചതിന് ശേഷം ന്യായവിധിയുമുണ്ട്. എല്ലാവരും ഒരുപോലെ എഴുന്നേറ്റ് വരും. ഭാര്യയും ഭർത്താവും തമ്മിൽ കണക്ക് തീർക്കണം. അപ്പനും മക്കളും കണക്ക് തീർക്കണം പ്രിയപ്പെട്ടവരെ. പുരോഹിതന്മാരും മനുഷ്യരും തമ്മിൽ കണക്ക് തീർക്കണം. പഞ്ചായത്ത് മെമ്പർ തൊട്ട് പ്രധാനമന്ത്രി വരെയുള്ള എല്ലാ മന്ത്രിമാരും ജനങ്ങളുടെ മുമ്പിൽ കണക്ക് തീർക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഭയങ്കരമായിരിക്കും ഒരു നാളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും കുറ്റം ചെയ്തവരില്ലയോ? നിങ്ങളത് കേൾക്കും പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരില്ലയോ? ഇപ്പം ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ നീ ദൈവമാണെന്ന് എൻ്റെ അർത്ഥം. പാപമില്ലാത്ത ഒരു വ്യക്തി ദൈവം മാത്രമേയാണ്. അത് കാണപ്പെടുന്ന അപ്പനും അമ്മയുമല്ല ദൈവം പ്രിയപ്പെട്ടവരെ. ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനും. അവനൊരു വ്യക്തിയാണ്, ശക്തിയല്ല, പ്രകൃതിയല്ല ദൈവം. പ്രകൃതിയെ സൃഷ്ടിച്ചവനാ ദൈവം. ആകയാൽ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ അല്പനേരം